നമസ്കാരം. നമസ്കാരമുണ്ട്. ഇപ്പോഴാണ് കാണുന്നത്. പിള്ളേരൊക്കെ എന്ത് തൃക്കാക്കരയിൽ പല മനുഷ്യരുടെയും പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു വീടായിരുന്നു. ഈ വീടിൻ്റെ അവസ്ഥ അന്ന് നീ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളന്ന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് അടുത്ത തവണ തൃക്കാക്കര മത്സരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. അപ്പം അതവർക്കും അറിയാം. ഇവിടെ മുൻ നമ്മൾ കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം വന്ന് കണ്ട് അദ്ദേഹം അന്ന് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേ പലപ്പോഴും വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി ഞാനിത് ചെയ്യുമ്പോഴും എനിക്കൊരു സ്വതന്ത്ര കാഴ്ചപ്പാടോട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്നെ ഇത് സഹായിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ അടുത്താണ്. കാരണം ഇവരുടെ അവസ്ഥ അദ്ദേഹത്തിന് ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുകയും അദ്ദേഹം എൻ്റെ അടുത്ത് 4 ലക്ഷം രൂപ ഞാൻ തരാം, നീ വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് സുരേഷ് ഗോപിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ തൃക്കാക്കരയിൽ നിന്ന് ഒരു വോട്ടും കിട്ടേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിത് ഞാനിത് വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. പലപ്പോഴും നിങ്ങൾ ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ദിലീപേട്ടൻ്റെ നന്മയെക്കുറിച്ച് പലരും പറയുന്നത് കണ്ടു. പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നന്മയെങ്കിലും കുറച്ച് തിരിച്ചറിയണം. സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്നതൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ചെയ്യാം, പക്ഷേ ആ മനുഷ്യൻ്റെ നന്മ ഞാൻ എടുത്തു പറയാൻ കാര്യം ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഞാനിത് അയച്ചു കൊടുത്തപ്പം ഇവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ആദ്യം നന്ദി പറയണം. രണ്ടാമത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുഭാഷ് ഉണ്ട്. അദ്ദേഹം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഓണറാണ്. അപ്പം ബ്ലൂ ടൈഗേഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് അഖിൽ വന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ ഇല്ല. കാരണം ഇത് വഴിയില്ലാത്ത വസ്തുവാണ്. അഖിലിങ്ങോട്ട് അപ്പം വഴിയില്ലാത്ത വസ്തുവാണ്. വഴിയില്ലാത്ത വസ്തു ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ബഡ്ജറ്റ് ആവത്തില്ല. അപ്പോൾ സർക്കാർ വയനാട്ടിൽ വെച്ച് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് 20 ലക്ഷം രൂപയാണ്. ഇത്രയും പൈസ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തു കൊടുക്കാനും നമുക്കില്ല. അപ്പോൾ നമ്മളെ ആരെങ്കിലും സഹായിക്കുമ്പോൾ ഈ 2 പേരും എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഈ പറഞ്ഞ സെയിം എമൗണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് തരുന്നുണ്ട്. ബാക്കി ഞാനും പിന്നെ നമുക്ക് വന്നേക്കുന്നത് അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാം നമ്മുടെ ഇവിടുത്തെ വാഴക്കാല വടമുകൾ വലിയ പള്ളിയിലെ സെക്രട്ടറിയുടെ മകനാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. വ്യക്തി താല്പര്യങ്ങളോ രാഷ്ട്രീയമോ ഒന്നും ഇതിലില്ല. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി വന്നതാണ്. ഇവരുടെ ഒരു പ്രശ്നം എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞു. അത് എന്നെ സഹായിക്കാൻ ഞാൻ 2 പേർ തയ്യാറായി. എൻ്റെ കയ്യിൽ നിന്ന് ചിലവഴിക്കുന്ന പൈസയും ഇവരുടെ സഹായവും വഹാബിന് ഇതിനകത്ത് 5 പൈസ ചിലവഴിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം പുള്ളി നമുക്ക് വേണ്ടി ചെയ്തു തരും. മാന്യമായ രീതിയിൽ ഒരു വീടിൻ്റെ പണി ഇന്ന് തുടങ്ങും. എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കും. മഴയും കാര്യങ്ങളും ഒന്നും തടസ്സം വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ 1.5 വർഷമായിട്ടും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ പല വീടും പൂർത്തിയാക്കിയിട്ടില്ല. നമ്മൾ 3 മുതൽ 4 മാസത്തിനുള്ളിൽ ഇവരുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ കല്ലിട്ടുന്നങ്ങ് തുടങ്ങുകയാണ്. സ്വതന്ത്രനായി മുന്നോട്ട് പോകും. ഞാനായി മുന്നോട്ട് പോകും. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഇന്നലകളിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇനിയും സ്നേഹിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ പിന്തുണച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, ഇവിടെ ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഷൂട്ടിലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സൈഡിലേക്ക്
ഞാൻ മാത്രം ഞാൻ വെക്കണോ